എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 2-3 ദിവസം മുൻപ് മൈ വേ ബൈ കല്യാണി എന്ന യൂട്യൂബറിൻ്റെ ഒരു ഷോർട്ട് വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് മൈ വേ ബൈ കല്യാണി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അവരുടെ മുഖത്തൊരു കുരു വരികയും അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ട്രിവാൻഡ്രത്തുള്ള ഒരു ക്ലിനിക്കിൽ കൊണ്ട് കാണിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. ക്ലിനിക്കിൻ്റെ പേരൊന്നും അവർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വേറൊരു കാര്യം ഇവിടെ സംഭവിച്ചു. ഈ വീഡിയോ വന്നതിന് ശേഷം അവർക്ക് ബില്ല് കൊടുത്തില്ലെന്നും ഡോക്യുമെൻറ്റ്സ് കൊടുത്തില്ലെന്നും ഒക്കെ പറഞ്ഞാണ് അവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ ഇതിൻ്റെ താഴെ വന്ന കമൻറ്റ്സ് ഞാനൊന്ന് നോക്കി. ആക്ച്വലി ഈ കല്യാണി പല പ്രോഡക്ട്സും കൊളാബ് ചെയ്തിട്ട് അതെല്ലാം മുഖത്ത് അപ്ലൈ ചെയ്ത് കാണിക്കുകയും ഒക്കെയാണ് അവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണിച്ചിട്ടാണ് പറയുന്നത് ഞാൻ ഇത്ര നാളുകൊണ്ട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ഇതിന് ഇന്ന ഗുണങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ കൊളാബ് വീഡിയോകൾ ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് അവരുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ അത് മേടിച്ച് ഉപയോഗിക്കുമായിരിക്കും. പക്ഷേ കാലക്രമേണ എന്ത് സംഭവിച്ചു? ഇപ്പോൾ ഈ കൊളാബൊക്കെ എടുത്ത് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇവർ ചിലപ്പോൾ വൺ ടൈം ആയിരിക്കും പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ക്രീം ആയിക്കോട്ടെ, അതിപ്പോൾ സൺസ്ക്രീം ആയിരിക്കാം, അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ആയിരിക്കാം, ഇങ്ങനെ പല ക്രീമുകളായിരിക്കാം. ഈ സാധനം വൺ ടൈം ഇവർ ഉപയോഗിച്ചു, ചിലപ്പോൾ ഈ സൈഡിൽ ഉപയോഗിക്കും, ചിലപ്പോൾ ഈ സൈഡിൽ ഉപയോഗിക്കും. അങ്ങനെ ക്രീമുകൾ മാറി ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഇവരുടെ ഫേസിൽ വന്ന മാറ്റങ്ങളാണ് ആ പ്രശ്നം എന്ന് പറയുന്നത്. 3-4 ദിവസം ഞാൻ നോക്കിയായിരുന്നു ഇവരുടെ ലോങ് വീഡിയോ വരും. ഒരു ഷോർട്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോങ് വീഡിയോ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോങ് വീഡിയോ വരും നോക്കി, പക്ഷേ കണ്ടില്ല. അങ്ങനെ കാണാതായപ്പോഴേക്കും ഞാൻ ഇന്ന് രാവിലെ ആ ക്ലിനിക്കിൽ വിളിച്ചു. അപ്പോൾ നിങ്ങൾ ആലോചിക്കും എങ്ങനെയാണ് ക്ലിനിക്കിൻ്റെ പേര് കിട്ടിയതെന്നുള്ളത്. ഇവർ ആ ഷോർട്ട് വീഡിയോയിൽ പറയുന്നില്ല. പക്ഷേ ഇവരവിടെ ആരോ കമൻറ്റ് ചെയ്തപ്പോൾ അതിൽ പിൻ ചെയ്ത് വെച്ചു. ആരോ ചെയ്ത കമൻറ്റ് ഇവർ പിൻ ചെയ്ത് വെച്ചു. ഇന്ന ക്ലിനിക്ക് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് പിൻ ചെയ്ത് വെച്ചു. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി. കാരണം ഇവർ പോയ ക്ലിനിക്ക് ആ വ്യക്തിക്ക് എങ്ങനെ അറിയാം? ഒന്നുകിൽ ഇവർ പറഞ്ഞ് ചെയ്യിപ്പിച്ചതായിരിക്കാം, നീ ഇങ്ങനെ കമൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ച ഇവർക്ക് അറിയുന്ന ആരെങ്കിലും ആയിരിക്കും, കമൻറ്റ് പറഞ്ഞ് ചെയ്യിപ്പിച്ചതായിരിക്കും. കാരണം ഇവർ പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ പേര് പറഞ്ഞില്ലെങ്കിലും കമൻറ്റോടെ പിൻ ചെയ്ത് വെച്ചല്ലോ. പിൻ ചെയ്ത് വെക്കണമെങ്കിൽ ആ സ്ഥാപനത്തിനെ നാറ്റിക്കണം എന്നുള്ളൊരു ഉദ്ദേശം അതിനകത്ത് ഉണ്ടാവാം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇന്ന് രാവിലെ ആ സ്ഥാപനത്തിലേക്ക് വിളിച്ചു. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് എന്നോട് സംസാരിച്ചു. അവർ സംസാരിച്ച കാര്യവും കല്യാണി പറയുന്ന കാര്യവും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. നമുക്ക് എന്തായാലും കല്യാണിയുടെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അവരെന്താണ് അവർക്ക് സംഭവിച്ച കാര്യം പറയുന്നതെന്ന് കേട്ടാൽ മാത്രമേ ഈ ഹോസ്പിറ്റലുകാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവത്തുള്ളൂ ഇതിനകത്തുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. നമുക്കൊന്ന് കേട്ട് നോക്കാം. നമുക്ക് എളുപ്പപ്പണിക്ക് ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ പുട്ടെല്ലാം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ടു. ഒരുപാട് പേര് ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിതെല്ലാം കഴിഞ്ഞ ഒരു പരിധിയിൽ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വിത്ത് എവിഡൻസ് ആയിട്ട് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്താ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എൻ്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് അന്ന് തോന്നാത്തൊരു സംശയമാണ്. പല ആൾക്കാരും കമൻറ്റ് ചെയ്തു, ഇവരുടെ സ്വന്തം സ്ഥലം കൊല്ലമാണല്ലോ, ഇവർ വിദേശത്ത് എവിടെയോ ആയിരുന്നു, കൊല്ലത്താണ് ഇവരുടെ വീട്, കൊല്ലത്ത് നിന്ന് ട്രിവാൻഡ്രം വരെ വന്നത് എന്തിനാണ് ഈ ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ വേണ്ടി, കൊല്ലത്ത് തന്നെ നല്ല നല്ല ആൾക്കാരുണ്ടല്ലോ എന്ന് ഒരുപാട് കമൻറ്റുകൾ കണ്ടു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ശരിയാണല്ലോ, ഇനി അതും കൊളാബിൻ്റെ ഭാഗമായിരിക്കുമോ എന്ന് ചിന്തിച്ചു. ആക്ച്വലി ഞാൻ ഈ പറയുന്ന ക്ലിനിക്കിൽ വിളിക്കാനുള്ള കാരണം അതാണ്. ഇവർ കൊളാബിൻ്റെ ഭാഗമായിട്ട് അവിടെ വന്നതാണോ, അതിൻ്റെ മേൽ ഉണ്ടായ പ്രശ്നങ്ങളാണോ എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെയാണ് ഞാൻ അവിടെ വിളിച്ചത്. വിളിച്ചപ്പോൾ കേട്ട കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ വന്ന് കള്ളം പറയാൻ പാടില്ല എന്നാണ് എനിക്ക് കല്യാണിനോട് ആദ്യമേ പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾ ആരോപണം ഉന്നയിച്ചത് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി, നിങ്ങളത് ആരോപണം പറഞ്ഞു. പക്ഷേ പറയുമ്പോൾ എല്ലാം പറയണമായിരുന്നു. നിങ്ങളെല്ലാം പറഞ്ഞിട്ടില്ല. ഞാൻ അതിലേക്ക് വരാം. ബാക്കിയേക്ക് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്. അവർ 3 മാസം കൂടുമ്പോഴേക്കേ ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDSും MBBSും പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഒരു കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെയൊക്കെ, അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം തിരക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ബില്ല് അവർ ഭയങ്കര കള്ളത്തരമായിട്ടാണ് തന്നത്. അതായത് നമ്മൾ കൊടുത്തതിൻ്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ അപ്പം നമ്മുടെ ഫയൽ ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല. അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ അവരവിടെ വന്ന് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടും എനിക്ക് ഇതുവരെ അവർ പ്രോപ്പറായിട്ടുള്ള ബില്ല് എനിക്ക് തരുന്നില്ല. അപ്പോൾ ബില്ല് അവിടെ നിൽക്കട്ടെ, എൻ്റെ ഫയലിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതുവരെ എടുത്ത ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഫയൽ തരാൻ പറഞ്ഞു. അത് കോപ്പി എടുത്തിട്ടായാലും അവർ നമുക്ക് തന്നാൽ മതി. പക്ഷേ അതും തരില്ല. അവരെങ്ങനെയൊക്കെ കാണിച്ചാലും അതൊന്നും അവർ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു ടെൻഷനും എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എൻ്റെ മനസ്സ് അംഗീകരിക്കാത്തതിൻ്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാളും. ഓക്കെ, അപ്പോൾ ഇവരിതിൻ്റെ ലോങ് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഏകദേശം 4-5 ദിവസമായി. ഇതുവരെയും ലോങ് വീഡിയോ വന്നില്ല. പക്ഷേ ഷോർട്ട് വീഡിയോസ് ഒരു 6-7 ഷോർട്ട് വീഡിയോസ് അതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നു. ലോങ് വീഡിയോ വന്നില്ല. അങ്ങനെ ഇരിക്കവെയാണ് ഞാൻ ഇന്ന് രാവിലെ ഈ പറയുന്ന ക്ലിനിക്കിലൊന്ന് വിളിച്ചു. ക്ലിനിക്കിൽ വിളിച്ചപ്പോൾ അവർ പറയുന്നത് ഇവർ പറഞ്ഞതുമായിട്ട് എൻ്റെ ഒരു ഡിഫറൻ്റ് ആണ്. സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് അവർ പറഞ്ഞു. ഇത് ക്ലിനിക്കുകാരുടെ വേർഷനാണ്. ഞാൻ ഇതിനകത്ത് ഇവരെ ജഡ്ജ് ചെയ്യാനൊന്നുമില്ല. നിങ്ങൾ കേട്ടിട്ട് തീരുമാനിക്കുക ഇതിൽ ആരുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നുള്ളത്. കാരണം
ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ക്ലിനിക്ക് ഭയങ്കര ഒരു ചീപ്പ് ക്ലിനിക്കാണ്, ഒരു ചീപ്പായിട്ടാണ് പറഞ്ഞു വെക്കുന്നത്. അവിടുത്തെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ക്ലിനിക്ക് ആയിക്കോട്ടെ ഭയങ്കര ചീപ്പായിട്ടേ തട്ടിക്കൂട്ട് പരിപാടി എന്ന ലെവലിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഞാൻ ആ ക്ലിനിക്കിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ 18 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡെർമറ്റോളജിസ്റ്റ് ആണ് ആ ക്ലിനിക്കിൻ്റെ ഫൗണ്ടർ. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, കാരണം ഇവർ പറയാത്തത് കൊണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല. 18 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടറാണ് ആ ക്ലിനിക്കിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ അവരുടെ കോ സ്റ്റാഫുകളുണ്ട്. പിന്നെ ഈ ക്ലിനിക്കിന് ഏകദേശം 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് ആ സ്റ്റാഫ് പറയുന്നത്. പക്ഷേ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ 2015 ആ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. തൃശ്ശൂരാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഏകദേശം 7ഓളം ക്ലിനിക്കുകൾ ഉണ്ടെന്നാണ് നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കാണുന്നത്, ഓൾ കേരള. അപ്പോൾ ഇതാണ് ആ ക്ലിനിക്കിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചീപ്പ് ക്ലിനിക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് ഇവർ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഏതോ തട്ടിക്കൂട്ട് പരിപാടിയാണ്, ഇവരെ പറ്റിച്ചു കളഞ്ഞു എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പല ആൾക്കാരുടെയും കമൻറ്റ് എന്ന് പറയുന്നത് പല പ്രോഡക്റ്റുകളും കാണിച്ചുകൊണ്ട് ആൾക്കാരെ പറ്റിക്കുന്നു, അപ്പോൾ ഇവർക്ക് അങ്ങനെ പണി കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഭയങ്കരമായിട്ട് കമൻറ്റുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല. കാരണം ഒരാൾക്ക് ഒരു ആപത്ത് വരുമ്പോഴേക്കും നമ്മൾ അങ്ങനെ ഈ കുത്തുന്ന പരിപാടി കാണിക്കുന്നത് ശരിയല്ലല്ലോ. കാണിച്ചത് ഉടായിപ്പാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഈ ഹോസ്പിറ്റലുകാർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഉടായിപ്പാണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, ഹോസ്പിറ്റലുകാരുടെ വേർഷൻ എന്ന് പറഞ്ഞാൽ 8 മാസത്തിൽ കൂടുതലായിട്ട് ഇവർ ആ ക്ലിനിക്കിൽ ട്രീറ്റ്മെൻറ്റിന് പോകുന്നുണ്ട്. അത് വെയിറ്റ് ലോസിന് പോകുന്നുണ്ട്, ഇവരുടെ ഫേസിലെ ഈ പ്രശ്നത്തിന് പോകുന്നുണ്ട്. ഇവർ ഏതോ ഒരു പ്രോഡക്റ്റ്, പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ പേര് അവർ പറയുന്നുണ്ട്, പക്ഷേ എനിക്കത് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് ഈ പറയുന്ന ഫേസിലെ ഇഷ്യൂ വന്നത്. അപ്പോൾ ആ ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിനിക്കിലെ സ്റ്റാഫ് പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, പറഞ്ഞോളൂ. ഫസ്റ്റ് വിസിറ്റ് അറൗണ്ട് ഒരു 8 months മുന്നെയാണ് ക്ലയന്റ് വന്നത്. ആൻഡ് ആളുടെ കൺസേൺ എന്ന് പറയുന്നത് ഒരു സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊരു വൈറ്റനിങ് ക്രീമാണ്. ക്രീം യൂസ് ചെയ്തിട്ടാണ് ഇവർക്ക് ഈ പ്രശ്നം വന്നതെന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് കുറേ അധികം ക്രീമുകൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഒരു ക്രീമല്ല, പല കമ്പനിയുടെ പല ക്രീമുകൾ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമായിരിക്കാം. ഇത് സ്റ്റിറോയിഡ് അടങ്ങിയ ക്രീം യൂസ് ചെയ്തതിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു പ്രശ്നമായിട്ടാണ് ഇവരവിടെ ചെല്ലുന്നത്. ബാക്കി കേൾക്കാം. ഒരു സ്റ്റിറോയിഡ് ക്രീമാണ്, വൈറ്റനിങ് ക്രീമാണ്. ആൻഡ് അത് യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്ത് ആൾക്ക് ഫെയർ ആയി, കുറച്ച് സ്കിൻ ഒന്ന് വെളുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് പിഗ്മെന്റേഷൻ വരാൻ തുടങ്ങി ആളുടെ സ്കിന്നിൽ. അപ്പൊ ആൾക്ക് മനസ്സിലായി അതിന്റെ എന്തോ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണെന്ന് ആൾക്ക് മനസ്സിലായിട്ടാണ് ആള് ഞങ്ങളെ മീറ്റ് ചെയ്യുന്നത്. ആൻഡ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ ഡോക്ടറിനെ തന്നെയാണ് ആള് ഫസ്റ്റ് വിസിറ്റ് ചെയ്തും ഫുൾ കണ്ടതും ഡോക്ടറിനെ തന്നെയാണ്. ഈ സംസാരിക്കുന്ന ആളുടെ പേരെന്തായിരുന്നു? ഞാൻ ഓഫീസിലെ സ്റ്റാഫാണ്, ട്രിവാൻഡ്രം ഓഫീസിലെ സ്റ്റാഫാണ്. പറഞ്ഞോളൂ. ആൻഡ് വിസിറ്റിന് വന്നിട്ട് മാമിനെ കണ്ടു. അപ്പൊ മാം പറഞ്ഞു, മനസ്സിലായല്ലോ. രണ്ടാമത്തെ പ്രാവശ്യം ഈ പറയുന്ന കല്യാണി അവിടെ ചെന്നപ്പോൾ കൊളാബ് റിക്വസ്റ്റ് ചെയ്തു അങ്ങോട്ട്. അതും തെറ്റ് ഞാൻ പറയുന്നില്ല, കാരണം അവരുടെ ഒരു ജോലിയാണ് ഈ കൊളാബ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇവർ കൊളാബ് കൊടുത്തോ ഇല്ലയോ, ഈ പ്രശ്നം വരുന്നത് എവിടെ നിന്നാണെന്ന് ചിന്തിക്കണം. രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോൾ കൊളാബ് കൊടുത്തില്ല, അതാണ് ഇനി പറയാൻ പോകുന്നത്. കൊളാബ് കൊടുക്കാത്തതിന് കാരണം അവർക്ക് കൊളാബിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അവർ ഒരുപാട് സെലിബ്രിറ്റീസായിട്ടുള്ള ആൾക്കാർ അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അവർക്ക് പോലും ഇവർ കൊളാബിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാറില്ല. ഇവർക്ക് അങ്ങനെ കൊളാബ് ചെയ്ത് പരിചയമില്ല. ഞാൻ അവിടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലും ചെക്ക് ചെയ്തു, അതിനകത്ത് കൊളാബ് ഒന്നും ഞാൻ അങ്ങനെ കണ്ടില്ല. കുറച്ച് ആഡ്സ് മാത്രമേ കണ്ടുള്ളൂ. അത് കൊളാബായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഇവർക്ക് കൊളാബ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് കല്യാണിയോട് പറയുകയും ചെയ്തു. ബാക്കി കേൾക്കാം. നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു? യെസ്, ആളുടെ ഫീൽഡ് ആണല്ലോ, ലൈക്ക് ഇൻഫ്ലുവൻസർ ആണല്ലോ. അപ്പോ നമുക്ക് ആക്ച്വലി എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ കൊച്ചിയിലെ പനമ്പള്ളി ക്ലിനിക്കിലെ മഞ്ജു വാര്യർ തൊട്ട് എല്ലാരും നമ്മുടെ ക്ലയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അവരെ വെച്ചിട്ട് നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഒരു സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ഒരു പ്രൊമോഷനോ ഒരു ആഡോ ചെയ്തിട്ടില്ല. ഈവൻ പെയ്ഡ് ആഡ്സ് പോലും നമ്മൾ സെലിബ്രിറ്റീസിനെ വെച്ച് ചെയ്തിട്ടില്ല. ബൈ ബിക്കോസ് നിങ്ങൾക്ക് സിഇഒക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ല. ചെയ്യാനാണെങ്കിൽ എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ ക്ലയൻസ് ആണ് പനമ്പള്ളിയില്. We are not interested. Ma'am is not interested on that. Why? Because നമുക്ക് അല്ലാതെയുള്ള ആഡ്സ് മതി എന്നാണ് ആളുടെ ഒരു കോൺസെപ്റ്റ്. അപ്പോ നമ്മൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടീമും അല്ല നമ്മുടെ കമ്പനി വന്നിട്ട് ഈ ഒരു സെലിബ്രിറ്റീസിനെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഈ കൊളാബ് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരല്ല. എത്ര വർഷമായി സ്ഥാപനം തുടങ്ങിയിട്ട് അറിയോ? 15 വർഷത്തിന് മേലെയായി. തൃശ്ശൂരും കൊച്ചിയിലും ഒക്കെ. ഞങ്ങള് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷം ആവുന്നു. ഓക്കെ. അപ്പൊ ഇവര് എനിക്ക് തോന്നുന്നു നാട് കൊല്ലത്താന്ന് തോന്നുന്നു. അപ്പൊ കൊല്ലത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് എത്തിയത് ആരെങ്കിലും പറഞ്ഞിട്ട് അറിഞ്ഞതാണോ അതോ ഡയറക്റ്റ് വിളിച്ചു വന്നതാണോ? മാമിന്റെ ഭയങ്കര ഫാൻ ആയിരുന്നു ആള്. മാമിനെ ഭയങ്കരമായിട്ട് ഫോളോ ഒക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്ത് വന്ന ഒരു ക്ലയന്റ് ആണ്. കല്യാണി അവിടെ പറഞ്ഞത് എന്തായിരുന്നു? അവിടുത്തെ ഡോക്ടർ 3 മാസം കൂടുമ്പോഴേക്കും അവിടെ വരത്തുള്ളൂ എന്ന് പറഞ്ഞ ഒരു പുച്ഛം പോലെയാണ് സംസാരിച്ചിരിക്കുന്നത്. മനസ്സിലായോ? പക്ഷേ ഈ ഡോക്ടറുടെ, അതായത് ഈ ക്ലിനിക്കിലുള്ള ഫൗണ്ടറിനെ അഡ്മയർ ചെയ്തിട്ടാണ് ഇവരവിടെ ചെല്ലുന്നതെന്നാണ് പറയുന്നത്. അവരുടെ ഫാൻ ആയിരുന്നു കല്യാണി എന്നാണ്
ഈ സ്റ്റാഫ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ബാക്കി കേൾക്കാം. അയാള് ഇവര് അല്ലാതെ നോർമൽ കൺസൾട്ടേഷൻ വരുമ്പോൾ പോലും കൺസൾട്ടേഷൻ ടൈമിൽ കരച്ചിലാണ്. ഇവരുടെ വ്യൂവേഴ്സ് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടു, എന്താ കറുത്തിരിക്കുന്ന എന്താ. ഇപ്പൊ അവരുടെ ഈ ഒരു പ്രശ്നം വരാനുള്ള റീസൺ എന്താണ്? ഐ മീൻ ഇങ്ങനെ ഒരു ബില്ല് ചോദിച്ചു കൊടുത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അല്ല ബിൽസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, കൊടുക്കാതിരിക്കുന്നതല്ല. ആൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് എനിക്ക് പ്രോപ്പർ റിസൾട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പേയ്മെന്റ് ചെയ്തു വന്നിട്ട് കൊളാബ് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് എനിക്ക് അവരെ റിജക്ട് ചെയ്തു, അവരെ ക്ലിനിക്കുകളിലെ റേറ്റ് കുറവാണ് എന്നൊന്നും ആൾക്ക് പബ്ലിക്കലി പറയാൻ പറ്റില്ലല്ലോ. നമ്മള് ഒരു ക്ലയന്റിനോട് റേറ്റ് പറഞ്ഞ് കൺസൾട്ടേഷൻ കഴിഞ്ഞ് എമൗണ്ട് പറഞ്ഞ ക്ലയന്റിന്റെ അപ്രൂവൽ എടുത്തതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ് റിപ്പോർട്ട് പോകുന്നത്. ആദ്യം പോസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഈ സ്റ്റാഫ് പറയുന്ന പ്രകാരം കല്യാണിയോട് ഓൾറെഡി അവിടുത്തെ പേയ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊളാബ് താല്പര്യമില്ല എന്നവർ പറഞ്ഞു. അതിനുശേഷം പേയ്മെന്റ് പറഞ്ഞു, പ്രോപ്പർ പേയ്മെന്റ് എത്രയാണെന്നുള്ള പറഞ്ഞതിന് ശേഷമാണ് ഈ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. പക്ഷേ ട്രീറ്റ്മെന്റ് സക്സസ് ആയിരുന്നോ ഇല്ലെന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർ പറഞ്ഞു അത് സമയമെടുക്കുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം സ്കിന്ന് ഫുൾ ഡാമേജ്ഡ് ആയിരുന്നു ഈ സ്റ്റെറോയിഡ് യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ വിഡ്രോവൽ സിൻഡ്രോം ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് സമയമെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്കത് കേൾക്കാം. പിന്നെ കൊളാബ് റിക്വസ്റ്റ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞങ്ങൾക്ക് അത് താല്പര്യമില്ല, നമ്മൾ അങ്ങനെ ആരെയും പ്രൊമോട്ട് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എഗെയിൻ ആള് 2-3 സെഷൻ വീണ്ടും വന്നു, പേയ്മെന്റ് ചെയ്ത് തന്നെ ആള് പ്രൊസീജിയർ ഒക്കെ ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് സെഷൻ ഒരു 3-4 സെഷൻ കഴിഞ്ഞിട്ട് വീണ്ടും വന്നപ്പോൾ റേറ്റ് ഭയങ്കരമായിട്ട് കൂടിയെന്ന് ആള് പറഞ്ഞു. ആള് ഇതിന്റെ ഇടയിൽ വേറെ ഒരു ക്ലിനിക്ക് വിസിറ്റ് ചെയ്തു. വിസിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ റേറ്റ് ആയിട്ട് മിസ് മാച്ച് ഉണ്ട്. നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓൾറെഡി ക്ലയന്റിനോട് ട്രീറ്റ്മെന്റ് തുടങ്ങുന്ന എമൗണ്ട് പറഞ്ഞ ക്ലയന്റിന്റെ കൺസെന്റ് എടുത്തതിന് ശേഷമാണ് ചുരുക്കി പറഞ്ഞാൽ പ്രശ്നം തുടങ്ങുന്നത് 1 കൊളാബ് കൊടുത്തില്ല, 2 ഇവരോട് പറഞ്ഞ പേയ്മെന്റിനേക്കാളും കുറച്ച് വേറെ ഏതോ ക്ലിനിക്കുകാർ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇവർ അവിടുന്ന് ഡോക്യുമെന്റ്സ് മെഡിക്കൽ റെക്കോർഡ് ചോദിച്ചത്. ഇവരുടെ ടെസ്റ്റ് റിസൾട്ട് ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. അതിനുവേണ്ടിയായിരിക്കാം ഒരു പക്ഷേ ഇവരോട് ടെസ്റ്റ് റിസൾട്ട് ചോദിച്ചത്. ഇവർ കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത്. ബാക്കി കേൾക്കാം. എല്ലാ ബില്ലും ക്ലയന്റ് പോകുമ്പോൾ തന്നെ ഫിസിക്കലി നമ്മൾ കൊടുക്കാറുണ്ട്. അവരുടെ പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ നമ്മുടെ ബാഗിനകത്ത് തന്നെ ഫിസിക്കലി നമ്മൾ കൊടുക്കാറുണ്ട്. ഇനിയിപ്പോ നമ്മൾ ലീഗലി മൂവ് ചെയ്തല്ലോ, നമ്മളും ലീഗലി നമ്മളാണ് ആക്ച്വലി ലീഗലി ഞങ്ങൾ ഇന്ന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ അവരെ വിളിപ്പിച്ചപ്പോഴാണ് അവര് കംപ്ലൈന്റ് കൊണ്ട് വന്നത്. അതും കള്ളമായിരുന്നു. കല്യാണി പറയുന്നു കല്യാണി കംപ്ലൈന്റ് കൊടുത്തു. പക്ഷേ ഇവർ പറയുന്നു ഇവർ ഓൾറെഡി കംപ്ലൈൻറ്റ് കൊടുത്തു. ആ കംപ്ലൈൻറ്റിൻ്റെ ബേസിൽ അവരെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വിളിപ്പിച്ച സമയത്താണ് അവർ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തതെന്ന് പറയുന്നു. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? നിങ്ങൾ പറയുന്നത് കള്ളമാണെങ്കിൽ ക്ലിനിക്കുകാരുടെ വേർഷൻ എന്ന് പറയുന്നത് അവരാണ് ആദ്യം കംപ്ലൈൻറ്റ് കൊടുത്തതെന്നാണ്. അത് കംപ്ലൈൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ പറയുന്നു നിങ്ങളാണ് കംപ്ലൈൻറ്റ് കൊടുത്തതെന്ന് പറയുന്നു. അവർ പറയുന്നു ബില്ല് നിങ്ങൾക്ക് തന്നു എന്ന് പറയുന്നു. അവർ മെയിലും അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫിസിക്കൽ ബില്ല് മാത്രമല്ല മെയിലായിട്ടും അയച്ചിട്ടുണ്ട്. കാരണം ഇനി ഫിസിക്കൽ ബില്ല് തന്നിട്ട് നിങ്ങളത് തന്നില്ല എന്ന് പറയുന്നതിന് പകരം മെയിലായിട്ടും അയച്ചു എന്നാണ് അവർ പറയുന്നത്. ബാക്കിയൊക്കെ അവരുടെ കംപ്ലൈന്റ് എന്തായിരുന്നു? അവരുടെ കംപ്ലൈന്റ് ബിൽ കൊടുത്തില്ല, അവരുടെ റെക്കോർഡ് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇത് രണ്ടും കൊടുത്തിട്ടുണ്ട് ആക്ച്വലി. കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുക്കാതെ അവര് ഞാൻ ചോദിക്കട്ടെ, ഒരു 8 മാസം മുൻപുള്ള ഒരു ക്ലയന്റ് ഗവൺമെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ 8 മാസം കണ്ടിന്യൂസ് ആയി വരും. 8 മാസം എടുത്ത് നമ്മള് എന്താണ് നമ്മൾ ചീറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ സ്കാം ആണെന്ന് അവര് റിയലൈസ് ചെയ്യാൻ എത്ര നാൾ വന്നിട്ടുണ്ട് അവിടെ? 8 months പ്ലസ് വന്നിട്ടുണ്ട്. യെസ്. ഇവരുടെ കൺസേൺ ഇവർക്ക് വിളിക്കണം, അല്ലെങ്കിൽ ബോഡി ഫാറ്റ് കുറയണം, മെലിയണം, ഇതൊക്കെയാണ്. പിന്നെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ലീഗലി മൂവ് ചെയ്തപ്പോൾ കോർട്ട് ത്രൂ ഒരു പേപ്പർ അയച്ചു. അപ്പൊ നമ്മൾ അത് നമ്മുടെ അഡ്വക്കേറ്റ് തന്നെ ഹെഡ് ഓഫീസിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കോർട്ട് ത്രൂ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള വേർഷൻ, ഇതാണ് ഇങ്ങനെയാണ് വരുന്നത്. ഐ മീൻ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കംപ്ലൈന്റ് എടുത്ത് ആക്ച്വലി ഞങ്ങളാണ്. ഞങ്ങൾ എന്നിട്ട് കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് ഡേ അവരെ വിളിപ്പിക്കുമല്ലോ, രണ്ടുപേരെയും കൂടെ. അല്ല, ഞാൻ ചോദിച്ചത് നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കാനുള്ള റീസൺ ഉണ്ടായിരുന്നു? ഇപ്പൊ അവര് ഇങ്ങനെ അലിഗേഷൻ വന്നതിന് ശേഷമാണ് കംപ്ലൈന്റ് കൊടുത്തത്. ഭയങ്കര മെസ്സപ്പ് ഉണ്ടാക്കി, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഇവരുടെ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് വന്നത്, ഹസ്ബൻഡും കൂടെ വന്ന് ഇവിടെ മറ്റേ മെറ്റാ ഗ്ലാസ് വെച്ചിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് നമ്മുടെ ആ പെർമിഷൻ ഷൂട്ട് ചെയ്യാണ്. എന്നിട്ട് പറയും ഞാനിപ്പോ ലൈവ് പോകും, ഞാനിപ്പോ ഇത് ഞങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാണ്. വിതൗട്ട് ആ പെർമിഷൻ അവരിവിടെ ചെയ്യുന്നു. പിന്നെ ഫ്രണ്ടിലിരിക്കുന്ന വേറെ അതർ ക്ലയന്റ്സിനോട് ചെന്നിട്ട് നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ട് അങ്ങനെയൊക്കെ ഡീറ്റെയിൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് ശ്രമിച്ചു. കേട്ടല്ലോ, അതായത് ആ സ്ഥാപനത്തിൽ പോയിട്ട് അവരോട് ബഹളം ഉണ്ടാക്കി. മാത്രമല്ല മെറ്റയുടെ ഗ്ലാസ് ഉണ്ടല്ലോ, മറ്റേ ക്യാമറ ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് അവിടെയുള്ള വിഷ്വൽസ് എല്ലാം ഷൂട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കല്യാണിയുടെ കയ്യിൽ ആ വിഷ്വൽസ് ഉണ്ടാവുമല്ലോ. പിന്നെ അവിടെ ഇരുന്ന ക്ലയൻസിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളിവിടെ ട്രീറ്റ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഡിഫെയിം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഹോസ്പിറ്റലുകാർ പറയുന്ന കാര്യമാണ്. കല്യാണിയുടെ വേർഷൻ കല്യാണി ഇനി വന്ന് ലോങ് വീഡിയോ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കള്ളം ആരാണ് പറയുന്നുള്ളത് തെളിയണമല്ലോ.
അല്ലാണ്ട് ചുമ്മാ വന്ന ഒരു സ്ഥാപനത്തിനെതിരെ അലിഗേഷൻ പറയാനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ സ്ഥാപനം അലിഗേഷൻ പറയുന്നതോ ശരിയല്ല. ഇപ്പോൾ 10-15 വർഷമായിട്ട് ഒരു സ്ഥാപനം നടത്തുന്നു, അത് ചെറിയൊരു കാര്യമല്ല. അത് പല ജില്ലകളിലായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ടെൻഷൻസും അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ക്ലയൻറ്റ് വന്നിട്ട് നിങ്ങൾ കൊളാബ് തരാത്തതിൻ്റെ പേരിലാണ് നിങ്ങൾ ചെയ്തെങ്കിൽ വളരെ മോശമാണ്. അവർക്ക് അവിടെ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് അവരത് പറഞ്ഞിട്ടുണ്ടാവാം, കൊളാബ് ഇവിടെ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. പിന്നെ ബില്ലിൻ്റെ കാര്യം നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ഈ എമൗണ്ട് എത്രയാവും എന്നുള്ളത് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് അഫോർഡബിൾ അല്ലെങ്കിൽ നിങ്ങളവിടെ ട്രീറ്റ് ചെയ്യരുതായിരുന്നു. ഇപ്പോൾ 8 മാസത്തോളം ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ വന്ന് എനിക്ക് ബില്ല് തന്നില്ല, എനിക്ക് ഡോക്യുമെന്റ് തന്നില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ സ്ഥാപനത്തിലേക്ക് ഒന്ന് വിളിച്ചത്. അതുപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് കല്യാണി പറഞ്ഞിട്ട് ഏകദേശം 4-5 ദിവസമായി, ഇതുവരെയും ആ ലോങ് വീഡിയോ ചെയ്തിട്ടില്ല. എന്നാൽ ഷോർട്ട് വീഡിയോസ് ഡെയിലി വരുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് അല്പമെങ്കിലും ഒരു ഇൻറ്റിമസി അല്ലെങ്കിൽ ഒരു എത്തിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ പറയണം. നിങ്ങളുടെ ഭാഗത്തുള്ള ന്യായീകരണം നിങ്ങൾ പറയണം. അവരെന്തായാലും ലീഗലി മൂവ് ചെയ്തെന്ന് പറഞ്ഞു. അവരാണ് ആദ്യം മൂവ് ചെയ്തെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 2 പേരും ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബില്ല് തന്നു എന്ന് അവർ പറയുന്നു, നിങ്ങൾ പറയുന്നു ബില്ല് തന്നിട്ടില്ല. അതായത് ആദ്യം നിങ്ങൾ പറയുന്നു പകുതി പേയ്മെൻറ്റിൻ്റെ ബില്ലാണ് തന്നതെന്ന് പറയുന്നു, പിന്നെ നിങ്ങൾ ആ വീഡിയോ പറയുന്നുണ്ട് ബില്ല് തന്നിട്ടില്ലെന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് സത്യം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ക്ലിനിക്കുകാർ പറയുന്നു ബില്ല് തന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇത് ആകെ കുഴഞ്ഞു കിടക്കുകയാണ്. നിങ്ങൾ പറയുന്നതും അവർ പറയുന്നതും തമ്മിൽ ബന്ധമില്ലാതെ നിൽക്കുകയാണ്. സോ നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് തെളിവുണ്ടെങ്കിൽ തെളിവ് സഹിതം പറയുക. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ ഉണ്ട്, ബാക്കി കേൾക്കാം. പിന്നെ നമ്മൾ സ്റ്റാഫിനെയൊക്കെ ഹറാസ് ചെയ്യുന്ന പോലെ സ്റ്റാഫിന് എവിടെ ഇപ്പൊ വേണം അപ്പൊ നമ്മൾ പറയുന്നില്ല ബില്ല് തരുന്നതിന് ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കാതെ പോകും. നമ്മൾ മെയിൽ ത്രൂ ഇനിയും നമ്മൾ കയ്യിൽ കൊടുത്തിട്ട് അവർ കിട്ടിയില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളത് മെയിൽ ത്രൂ ഇന്ന് തന്നെ ഫുൾ ഡീറ്റെയിൽസ് തന്നെ തരാം എന്നിട്ട് അവരാണ് സംസാരിക്കുന്നത്. ഇവര് കരച്ചിലും ഭയങ്കര ഇമോഷണൽ സാധനങ്ങൾ മാത്രമാണ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സാറാണ് സംസാരിക്കുന്നത്. പിന്നെ നമ്മള് മെയിൽ ത്രൂ അയച്ചിട്ടുണ്ട്. ഇപ്പൊ ലീഗൽ പേപ്പർ വന്നപ്പോ അങ്ങനെ അയച്ചിട്ടുണ്ട്. ബാക്കി ഈ ഫുൾ ആയിട്ട് ലീഗലി പോകാനാണ് പ്ലാൻ. അതാണ് നമ്മൾ വേറെ വീഡിയോസ് ഒന്നും എക്സ്പ്ലോർ നമുക്കിപ്പോ ഈ വീഡിയോയ്ക്ക് റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായി. അതിനകത്ത് അവര് പക്ഷേ ഈ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല, അവരൊരു ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട്. യെസ്, അങ്ങനെയാണ് ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ പേര് മനസ്സിലായത്. ഇപ്പം അവർക്ക് ഈ സ്ഥാപനത്തെ ഡീഗ്രേഡ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നുവെങ്കിൽ അവർ ആ പേര് പറയാതിരിക്കുകയും വന്ന കമൻറ്റിനെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു അല്ലേ. അപ്പോൾ അവർ പേര് പറഞ്ഞില്ല, അവർക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം, ഞാൻ പേര് പറഞ്ഞില്ലല്ലോ. അങ്ങനെ പേര് പറഞ്ഞില്ലെങ്കിൽ ഒരാളൊരു കമൻറ്റ് ചെയ്താൽ ഇത് ഈ സ്ഥാപനം അല്ലേ എന്ന് പറയുമ്പോൾ ആ കമൻറ്റ് പിൻ ചെയ്ത് വെക്കാതിരിക്കണമായിരുന്നു. അപ്പോൾ ഇവർക്ക് പർപ്പസ്ഫുള്ളി ആ സ്ഥാപനത്തെ ഡീഗ്രേഡ് ചെയ്യണമെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ ആ കമൻറ്റ് പിൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ ഇന്നും നോക്കി, ആ കമൻറ്റ് അവിടെ തന്നെ ഉണ്ട്. സ്ക്രീൻഷോട്ട് നിങ്ങൾ കണ്ടല്ലോ, അതേ കമൻറ്റ് അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. ഇന്ന സ്ഥാപനമല്ല, പേര് വരെ വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ ഇവർ റിപ്ലൈ കൊടുത്തിട്ടില്ല, പക്ഷേ വേറെ പലരും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഈ സ്ഥാപനം തന്നെയാണ്, ഇവർ വേറെ ഏതോ ഒരു വീഡിയോയ്ക്കകത്ത് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു സ്ഥാപനം ഉയർത്തിക്കൊണ്ട് വരാൻ അതിൻ്റെ അധികാരപ്പെട്ട ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്കൊരു കൊളാബ് തന്നില്ല എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കുറച്ച് തന്നില്ല എന്ന് പറഞ്ഞിട്ടോ ആ സ്ഥാപനത്തെ ഡിഗ്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാരുടെ എഫേർട്ട് നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. മനസ്സിലായോ? നിങ്ങൾ ചെയ്തതിൻ്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. നിങ്ങൾ പല പല ക്രീമുകൾ യൂസ് ചെയ്തു, സ്റ്റെറോയിഡ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ആ ക്രീമുകൾ യൂസ് ചെയ്തു. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലുണ്ടായ പ്രശ്നം അവിടെ ചെന്നപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മാറ്റാനായിട്ട് അവരാരും മാന്ത്രികരൊന്നുമല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ ഹോസ്പിറ്റലുകാരുടെ വേർഷനാണ് നമ്മൾ കേട്ടത്. ഓക്കെ, ഇനി കല്യാണിയുടെ വേർഷൻ ഓൾറെഡി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ബില്ല് തന്നിട്ടില്ലെന്നാണ് പറയുന്നത്. ആദ്യം പറയുന്നു പകുതി ബില്ല് തന്നു എന്ന് പറയുന്നു, പകുതി എമൗണ്ടിൻ്റെ ബില്ല് തന്നു എന്ന് പറയുന്നു. പിന്നെ ആ വീഡിയോ തന്നെ പറയുന്നു ബില്ല് തന്നിട്ടില്ല, ഡോക്യുമെന്റ് തന്നിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സത്യം എന്താണെന്നുള്ളത് വെളിപ്പെടുത്തുക. ലീഗലി പോവുകയാണെന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്, അവരും പറയുന്നത് ലീഗലി മൂവ് ചെയ്യണമെന്ന്. പക്ഷേ ഒരു സൈഡ് മാത്രം കേട്ടുകൊണ്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കമന്റ് ബോക്സ് കുറേ അധികം ആൾക്കാർ അതേത് ക്ലിനിക്കാണ് അങ്ങനെ മോശം കാണിക്കുന്നത് ശരിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇവരുടെ ഭാഗം കൂടി കേൾക്കുമ്പോഴാണ് ഒരു ഏകദേശം ഐഡിയ കിട്ടുന്നത്. രണ്ടുപേരും പറയുന്നത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സോ കല്യാണിയുടെ വേർഷൻ പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്നവർ തീരുമാനിക്കുക, ഇതിൽ ആരാണ് സത്യം പറയുന്നത്, ആരാണ് കള്ളം പറയുന്നത്. എനിക്കിപ്പോൾ രണ്ടുപേരുടെ ഭാഗത്ത് ന്യായീകരിക്കാൻ പറ്റില്ല. കാര്യം രണ്ടുപേരും അവരുടെ വേർഷനാണ് പറഞ്ഞേക്കുന്നത്. അവർ രണ്ടുപേരും അവരെ ന്യായീകരിച്ച് പറയത്തുള്ളൂ. കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക ആരുടെ ഭാഗത്താണ് ന്യായമുള്ളത്. ഓക്കെ, എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം, കൊളാബ് ചോദിച്ചു, കൊളാബ് കൊടുത്തില്ല, അപ്പോൾ എന്നാ ഇരിക്കട്ടെ ഒരു പണി എന്നുള്ള ലെവലാണ് എനിക്ക് തോന്നുന്നത്. എനിവേ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.